വാഹനാപകടത്തിന് പിന്നാലെ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചുവെന്ന മണിയമ്പിള്ള രാജുവിന്റെ വാദം തള്ളി മ്യൂസിയം സിഐ. അപകട വിവരം അറിയിച്ചിട്ടില്ലെന്നും രാവിലെയാണ് ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞതെന്നും സിഐ ഡിസിപിക്ക് മൊഴി നൽകി. രാത്രി മുഴുവൻ വീടിന് മുന്നിൽ കാവൽ കിടന്നുവെന്നും പോലീസിന് കേസിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നുമാണ് മൊഴി. മനീഷ് മഹിപാൽ നൽകും വിവരങ്ങൾ. മനീഷ്, ഈ അപകടമുണ്ടായതിന് തൊട്ട് പിന്നാലെ ആ ക്ലബിലെ ആൾക്കാരെ അറിയിച്ചു, അതിന് പിന്നാലെ പോലീസിനെ അറിയിച്ചു. പോലീസ് പിറ്റേ ദിവസം വന്നാൽ മതിയെന്ന് ചോദിച്ചപ്പോൾ അത് സമ്മതിച്ചു എന്നുള്ളതാണ് മണിയമ്പിള്ള രാജു പറഞ്ഞിരുന്നത്. ആ വാദം പൂർണ്ണമായി തള്ളുകയാണല്ലേ പോലീസ്? പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ നിലവിൽ DCP വിനോദിന് അന്വേഷണ ചുമതല കൊടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് മ്യൂസിയം സിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. മ്യൂസിയം സി നൽകുന്ന വിശദീകരണം അനുസരിച്ച് ഈ അപകടം നടന്ന സമയത്ത് തന്നെ മണിയമ്പിള്ള രാജുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കവടിയാറിലെ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു. പക്ഷേ വീട് പൊളിച്ച്, അതായത് വീടിന്റെ വാതിൽ തള്ളി തുറന്നകത്തേക്ക് കയറാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. ഒപ്പം തന്നെ അങ്ങനെ ഒരു പ്രതിയെ പിടികൂടേണ്ട രീതിയുമല്ല പോലീസിന് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മണിയമ്പിള്ള രാജുവിന് വേണ്ടിയിട്ട് നിരന്തരമായി ഫോൺ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ രാവിലെ വരെ അവിടെ പോലീസുകാരുണ്ടായിരുന്നു കാവലായി, അല്ലെങ്കിൽ മണിയമ്പിള്ള രാജുവിനെ ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ 7:30 മാത്രമാണ് മണിയൻപിള്ള രാജുവിനെ ബന്ധപ്പെടാൻ സാധിച്ചത്. പിന്നീട് 9 മണിക്ക് എത്താമെന്ന് പറഞ്ഞു. 9 മണിക്ക് എത്തിയില്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് മ്യൂസിയം സിയെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അല്ലാതെ മണിയൻപിള്ള രാജു പറയുന്ന വാദങ്ങൾ കളവാണ് എന്നാണ് മ്യൂസിയം സി പറയുന്നത്. സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മൂലമാണ് ഈ വാഹനം കസ്റ്റഡി എടുക്കാൻ സാധിക്കാതെ വന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി നടത്തിയ നടപടികളെല്ലാം നടത്തിയിരുന്നു. മദ്യപിച്ചോ എന്നറിയാനുള്ള പരിശോധന നടത്താൻ രക്തസാമ്പിൾ അടക്കം ശേഖരിക്കാൻ കഴിയാതെ വന്നത് മണിയൻപിള്ള രാജുവിനെ യഥാസമയത്ത് ബന്ധപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഉള്ള വീഴ്ചയിൽ നിലവിൽ മ്യൂസിയം പോലീസിന്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വമായി വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ DCPക്ക് നൽകിയ വിശദീകരണം. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ട് നാളെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് DCP കൈമാറും. ശ്രുതി, രാത്രി തന്നെ അപകട വിവരം അറിയിച്ചു എന്ന മണിയമ്പിള്ള രാജുവിന്റെ വാദം പൂർണ്ണമായി തള്ളുകയാണ്. അപകട വിവരം അറിയിച്ചിട്ടില്ലെന്നും രാവിലെയാണ് ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞതെന്നുമാണ് CI DCPക്ക് മൊഴി നൽകിയിട്ടുള്ളത്.